തലേ ദിവസത്തിന്റെ ഹാങ് ഓവറിലാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണ് ഈ വീഡിയോ കാണുവാനുള്ള ഏറ്റവും നല്ല സമയം. നിങ്ങൾ ആദ്യമായി മദ്യപിച്ച നിമിഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നിങ്ങൾക്ക് ഒരു ടൈം ട്രാവൽ മെഷീൻ ലഭിച്ചു എന്നൊന്ന് കരുതുക. ശേഷം അതുപയോഗിച്ച് ആ ഒരു നിമിഷത്തേക്ക് നിങ്ങൾ എത്തിയെന്ന് കരുതുക. അതായത് നിങ്ങൾ ആദ്യമായി മദ്യപിക്കുവാൻ പോകുന്ന നിമിഷം. ഈ ഒരു സമയം നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ആദ്യമായി മദ്യപിക്കുന്നതിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തടയുമോ? തടയുമെന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. മദ്യത്തിന്റെ സ്വാധീനം അത് കുടിക്കുമ്പോൾ മാത്രമാണെന്നാണ് പൊതുവെ നമ്മുടെ ധാരണ. നിങ്ങളിലേക്ക് ആദ്യമായി മദ്യം ചെല്ലുമ്പോൾ നിരവധി കാര്യങ്ങളാണ് നിങ്ങളുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. ഞാൻ ആഴത്തിലേക്ക് പോകുന്നില്ല. ലളിതമായി എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഡോപ്പമിൻ ആണ് നിങ്ങളുടെ എല്ലാ അനുഭവങ്ങൾക്കും പിന്നിലെ കെമിക്കൽ. അതുകൊണ്ടുതന്നെ മദ്യപിച്ചതിന് ശേഷം നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യം അത്യധികം സന്തോഷവും ഉന്മേഷത്തോടെയും ചെയ്യാൻ നിങ്ങൾക്ക് ആ സമയത്ത് കഴിയുന്നു. മാത്രവുമല്ല, നിങ്ങളുടെ ഇന്റലിജൻസിനെ ആ സമയത്ത് മദ്യം ഓഫ് ചെയ്തു വയ്ക്കുന്നു. അതുകൊണ്ടുതന്നെ നെഗറ്റീവ് ചിന്തകളും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളുമെല്ലാം നിങ്ങൾ കുറച്ച് സമയത്തേക്ക് മറക്കാൻ തുടങ്ങുന്നു. തലയിലെ ഭാരം പൂർണ്ണമായും പോകുന്നു. നിങ്ങൾ പൂർണ്ണമായും സന്തോഷത്തിലാകുന്നു. ഇനി ഈ സംഭവം നിങ്ങളുടെ മൈൻഡിന്റെ ഭാഗത്ത് നിന്ന് ഒന്ന് നമുക്ക് നോക്കാം. അതുവരെയും നെഗറ്റീവ് ചിന്തകളും സ്ട്രെസ്സും ടെൻഷനും എല്ലാം കൊണ്ട് വീർപ്പുമുട്ടിയ അവസ്ഥയിലാണ് അവൻ ഇരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതാ പെട്ടെന്ന് തന്നെ അതെല്ലാം പോകാനുള്ള ഒരു വഴി കണ്ടെത്തിയിരിക്കുന്നു. കുട്ടിക്കാലത്തെ പോലെ സന്തോഷവാനായി ഇരിക്കാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കരുത്. എന്ത് വില കൊടുത്തും ഈ അവസരങ്ങൾ വേണം. ശേഷം മദ്യപിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നു. സ്വയം അവസരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്തുന്നു. ശേഷം നിർത്തണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾ വീണ്ടും ഈ അവസരങ്ങളിലേക്ക് ചെന്നെത്തുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലുമില്ല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മദ്യത്തെപ്പറ്റി വലിയ രീതിയിലുള്ള അറിവ് നമുക്കിടയിലില്ല. കൂടുതൽ ആളുകൾക്കും കരളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയാണ് ബോധവാന്മാർ. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ മൈൻഡ് സെറ്റിനാണ്. മദ്യത്തിന്റെ മൈൻഡിലെ സ്വാധീനം അത് കഴിക്കുമ്പോഴോ അതിന്റെ ഹാങ് ഓവറിലോ അല്ല, അത് കഴിക്കാത്തപ്പോഴാണ്. അതെ, വിശ്വസിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഒരു തവണ മദ്യപിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സന്തോഷം വീണ്ടും ലഭിക്കാനുള്ള ശ്രമം മൈൻഡ് നടത്തുന്നത് നിങ്ങൾ കഴിക്കാതിരിക്കുമ്പോഴാണ്. മദ്യപാനം നിർത്തുക എന്ന ചിന്ത പോയിട്ട് മദ്യപാനം ആസ്വദിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറിനെ മദ്യമെത്തിക്കും. കാരണം ആ ചിന്താഗതിയിലൂടെ മദ്യം അകത്തേക്ക് ലഭിക്കുകയുള്ളൂ എന്നവനറിയാം. ഇനി ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനോ സ്ട്രെസ്സോ ഉള്ള സമയത്ത് കഴിച്ചുവെന്ന് കരുതുക. ആ ഒരു സംഭവത്തിന് ശേഷം ആ ടെൻഷൻ മൈൻഡ് മദ്യത്തിലേക്കുള്ള ഒരു ട്രിഗറായി കാണുവാൻ തുടങ്ങുന്നു. ഓരോ തവണയും സ്ട്രെസ് വരുമ്പോൾ മദ്യം ലഭിക്കുന്നതിനാൽ മൈൻഡ് ഒരു വിചിത്ര കാര്യം ചെയ്യാൻ തുടങ്ങുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സ്വയം സ്ട്രെസ് അനുഭവിക്കാൻ തുടങ്ങുന്നു. സ്ട്രെസ്സോ ടെൻഷനോ ഇല്ലാതെ അനായാസം മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ടെൻഷൻ വരുവാൻ തുടങ്ങുന്നു. കാരണം മൈൻഡ് വിചാരിക്കുന്നത് ടെൻഷൻ വന്നാൽ മദ്യവും വരുമെന്നാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കുഴിയിൽ നിങ്ങൾ അകപ്പെടുന്നു. ഓരോ തവണയും വലിപ്പം കൂടി വരുന്ന ഒരു കുഴിയിൽ. ഈ വീഡിയോ ഇതുവരെയും നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പൂർണ്ണമായും കൈവിട്ടു പോയിട്ടില്ല. തിരിച്ചു വരുവാനുള്ള ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിൽ കിടക്കുന്നുണ്ട്. അപ്പോ ഇനി പ്രധാന ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെ നിങ്ങൾക്ക് സ്വതന്ത്രനാകാം? സ്വപ്നം കാണുവാൻ തുടങ്ങുക. അതായത് സ്വതന്ത്രനായതിനു ശേഷമുള്ള സന്തോഷകരമായ നിങ്ങളുടെ ജീവിതം സ്വപ്നം കാണുക. വാർത്തയറിഞ്ഞ നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷകരമായ പ്രതികരണം സ്വപ്നം കാണുക. നിങ്ങൾക്ക് നേരെ നീട്ടിയ ഗ്ലാസിനോട് വേണ്ട എന്ന് പറയുന്നത് സ്വപ്നം കാണുക. സബ് കോൺഷ്യസ് തലത്തിലേക്ക് ഇത് ഇറങ്ങുകയാണെന്ന് ഓർക്കുക. മദ്യത്തെ നെഗറ്റീവ് ചിന്താഗതിയിൽ കാണാതിരിക്കുക. കേൾക്കുമ്പോൾ ഭ്രാന്തമായി തോന്നാമെങ്കിലും അതിലൊരു കാരണമുണ്ട്.
നിങ്ങളുടെ മൈൻഡിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. പരിണാമത്തിലൂടെ ലഭിച്ച ഒരു പ്രത്യേകതയാണത്. നെഗറ്റീവ് ചിന്തകൾക്കാണ് മൈൻഡ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുക. ഒരു പുലി നിങ്ങളെ ഓടിച്ചാൽ പുലി എന്നെ ഒന്നും ചെയ്യില്ല എന്ന പോസിറ്റീവ് ചിന്തയേക്കാൾ എങ്ങനെയും ഓടി രക്ഷപ്പെടാം എന്ന നെഗറ്റീവ് ചിന്തയാണ് ജീവൻ രക്ഷിക്കുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചിന്തകളെ മൈൻഡ് എളുപ്പത്തിൽ വിടില്ല, അത് മറക്കുകയുമില്ല. ഓരോ തവണ നിങ്ങൾ ഹാങ് ഓവറുകൾ വെറുക്കും തോറും ആഴങ്ങളിലേക്ക് മദ്യത്തിന്റെ ചിന്ത ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ മദ്യത്തെ മറക്കുക ഏറെക്കുറെ അസാധ്യമായി വരും. അപ്പോ ഇനി മുതൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹാങ് ഓവർ സമയങ്ങളിൽ മദ്യത്തെ വെറുക്കുന്ന ചിന്തകൾ വരാതെയിരിക്കുക. നെഗറ്റീവ് ഇമോഷൻ മദ്യത്തിൽ നിന്നും മാറ്റുക. അപ്പോ ഈ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങൾ സ്വതന്ത്രനാകുമെന്നതിൽ സംശയമില്ല.